ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പ്രൊഡക്റ്റൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണ്. ഇതാ ഇങ്ങനെ തന്നെ അതിൽ നമുക്ക് അടുക്കളയിലേക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരൊറ്റ ബോക്സിൽ തന്നെ കൊള്ളുന്ന പോലെ തന്നെ ഉലുവയും കടുകും ജീരകവും അതുപോലെ കുരുമുളകും ഒക്കെ ചേർത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെറിയ ചെറിയ ഡപ്പകൾ ഇതിനു വേണ്ടി വാങ്ങുന്നു, പക്ഷെ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഓഫർ വന്ന സമയത്ത് 2 ബോക്സായിട്ട് വാങ്ങിയതായിരുന്നു. വളരെ ചെറിയ വിലയ്ക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി അതൊക്കെ ഇട്ട് വെക്കാനൊക്കെ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ കുറേ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സ് വെക്കണേക്കാട്ടിലും ഇതാവുമ്പം ഒരു 2 എണ്ണം അടുപ്പിച്ച് നമുക്ക് വെക്കുക എന്നുള്ള പ്രത്യേകതയാണ്. പക്ഷേ വയ്ക്കുമ്പോഴേക്കും നല്ലോണം കെയർഫുൾ ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ തുറന്നു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് മറ്റുള്ളതൊക്കെ ആയിട്ട് മിക്സായി പോകാനും കയ്യിൽ നിന്ന് വീഴൊക്കെ വെച്ചാൽ എല്ലാം കൂടി പെറുക്കി കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തും. എന്നിരുന്നാലും ഒരേ സ്ഥലത്ത് വെക്കുക, ശ്രദ്ധിച്ചൊക്കെ ചെയ്യാന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അടുത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഐസ് ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്ന ആ ഒരു സംഭവമാണത്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫ്രീസറിൽ വെക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഓപ്പൺ ആയിട്ട് തന്നെ വെക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു മൂടി കൂടി അതിനുണ്ട്. അത് നമുക്ക് അടച്ച് വെക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ശരിക്കും ചോക്ലേറ്റുകൾ, അതപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ചോക്ലേറ്റുകൾ, അതുപോലെ ഐസ് ക്യൂബ്സ് അതിനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരുപാട് ജ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കട്ടകളായിട്ട് എടുത്ത് വെക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കത് മിക്സ് ചെയ്ത് കഴിക്കാനൊക്കെ എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും ചോക്ലേറ്റും അങ്ങനത്തെ ഈ ഒരു ഷേപ്പിൽ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനും പിന്നെ അതുപോലെ തന്നെ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് മുകളിൽ നിന്നുള്ള ഐസുകൾ കട്ട പിടിച്ച് മുകളിലേക്ക് വീഴാതിരിക്കാനൊക്കെ ഒരു നല്ല സാധനം കേട്ടോ. എന്തായാലും നല്ല യൂസ്ഫുൾ ആയൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം അത്രയേ ഉള്ളൂ. ഇനി അതിന് ശേഷം ഇതെടുത്തതാണ് നമ്മൾ വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അരിയൊക്കെ നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ പിടിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പച്ചക്കറികൾ നുറുക്കിയിട്ട് നന്നായിട്ട് കഴുകുക. അത്യാവശ്യം സ്പേസ് ഉണ്ടേനും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം വാർന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു 2 പാത്രങ്ങളാട്ടോ. കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ, അതിൻ്റെ ഷേപ്പും അതുപോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചെറിയ ഹോളുകൾ അരിപ്പ പോലുള്ളത്. അപ്പോൾ ആ ഒരു ഇങ്ങനെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ അസലായിട്ട് നമുക്ക് വാർന്ന് പോകാനുള്ളൊരു സംവിധാനമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വേറൊരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും വീട്ടിലോട്ട് ഓടി വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ വെറൈറ്റികളൊക്കെ കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വേണ്ട ആളുകൾക്കൊക്കെ ഇങ്ങനെ വാർത്തെടുക്കാനൊക്കെ അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ റൈസൊക്കെ ഇതുപോലെ വാർത്തെടുക്കാനൊക്കെ എളുപ്പമാണത്. പിന്നുള്ളത് നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയുക, തൊടാൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. നമ്മുടെ ടേബിളിൻ്റെ മുകളിലൊക്കെ ചൂടുള്ള പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് കേട്ടോ. അത് വളരെ എന്താ പറയുക, നല്ലൊരു രസമാണ്. അതിങ്ങനെ കുഴഞ്ഞുള്ളൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 4 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. 4 കളർ, നല്ല ഗ്രിപ്പും ഉണ്ട്, അതാണ് പ്രത്യേകത. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നത് മനസ്സിലാവുന്നില്ല. അതിൽ ചെറിയ ചെറിയ ഇങ്ങനെ കള്ളികൾ പോലെ, അതായത് കണ്ടോ ഇങ്ങനെ ഓരോ ഷേപ്പുകൾ അതിലുണ്ട്. അതാണ് അതിൻ്റെ ഗ്രിപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു പാത്രം വെച്ചാലും പെട്ടെന്നൊന്ന് സ്ലിപ്പായി പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ലൊരു പിടുത്തമുള്ള ടൈപ്പാണ് 2 സൈഡിലും. അപ്പോൾ ഇത് നന്നായിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് കേടുവരിക, പൊട്ട്, പിന്നെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മടക്കുകയൊക്കെ ചെയ്യാം, ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ ഒരു ലാസ്റ്റ് ചെയ്യും നന്നായിട്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജാറാണ് കേട്ടോ. നല്ല രസം തോന്നി കണ്ടു കഴിഞ്ഞപ്പം. അതിന് തുറക്കാനുള്ള സംവിധാനം ഇങ്ങനെയാണ് വരുന്നത്, ഒരു ക്ലിപ്പ് പോലെയാണ്. അപ്പോൾ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നർ തന്നെ, നല്ല രീതിക്ക് തന്നെ നമുക്ക് എയറൊന്നും ഉള്ളിൽ കിടക്കാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. നല്ല ഷേപ്പും നല്ല രസമുണ്ട്. കുപ്പിയുടെ ജാറ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ആ അടയ്ക്കുന്നതും തുറക്കുന്നതൊക്കെ ഒരു പ്രത്യേക ആ ഒരു ക്ലിപ്പ് നമ്മളിങ്ങനെ എടുക്കുന്നതിനനുസരിച്ചാണ് വരിക. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇതിങ്ങനെ മൂടി തുറക്കാം. തുറന്നു കഴിഞ്ഞാലും മൂടി സെപ്പറേറ്റ് അല്ല, കാരണം അതിലൂടെ തന്നെ ഒരു ക്ലിപ്പ് കൊണ്ട് തന്നെയാണ് അതും ജോയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ തന്നെ അങ്ങനെ വെച്ച് വീണ്ടും ഇതിങ്ങനെ അടച്ച് തിരിച്ച് ഈ ക്ലിപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് ഒരു സൗണ്ട് കേൾക്കും, ടിക്ക് എന്നൊരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണിക്കാം. ഇനി കാണിക്കാൻ പോകുന്നതാണ് അടുത്ത വേറൊരു സംഭവം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനല്ല അവതാരിക, ഇത് രമ്യ തന്നെയാണ് അവതരിപ്പിക്കുന്നത് ഈ കാര്യങ്ങൾ. ഒന്നുമില്ല, നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഹെയർ ലോസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ജസ്റ്റ് ക്ലിപ്പ് ഇടാൻ പോലും മുടിയില്ലാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ തീരെ കനം ഇല്ലാത്ത മുടിയുള്ള ആളുകളുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു സഹായി എന്നുള്ള ലെവലിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഹെയറൊക്കെ നല്ല തിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ എക്സ്റ്റൻഷനാണിത് ചെയ്യുന്നത്. കുറച്ച് നീളത്തിലോ അല്ലെങ്കിൽ തിക്കിലോ ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ അത് ചെയ്ത് കാണിച്ചു തരികയാണ് കേട്ടോ. എനിക്ക് ഈ സംഭവമൊന്നും അറിയില്ല. അപ്പോൾ അത് എന്തായാലും ആദ്യക്കുട്ടി കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. അതിൽ ഇതെന്താ വെച്ചാൽ ഓൾറെഡി മുടി ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റില്ല. എങ്കിലും വെക്കുന്ന രീതിയാണ്. കാരണം അത് ആർക്കെങ്കിലുമൊക്കെ പെടുകയാണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ചിലപ്പം തീരെ ഉള്ളു കുറഞ്ഞ മുടി അല്ലെങ്കിൽ തിക്ക് കുറഞ്ഞ മുടിയൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അതുമൂലം ഒരുപാട്, അതായത് മുടി കെട്ടി വയ്ക്കാൻ കൂടി ഒരു ക്ലിപ്പ് ഇടാനോ അല്ലെങ്കിൽ ഒരു ബണ്ണ് വെക്കാനോ ഒന്നും സ്ഥലമില്ലാത്ത അല്ലെങ്കിൽ പറ്റാത്ത ആളുകളുണ്ടാവാം. അവർക്കൊക്കെ നല്ലൊരു ഹെൽപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു 4-5 തരം ക്ലിപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ പകുതി മുടി എടുത്ത് മുകളിലേക്ക് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഇത് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മുകളിലത്തെ മുടിയും കൂടി താഴേക്ക് ഇടുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണുന്നുണ്ടാവുമല്ലോ. ആ ഒരു മുടിയും കൂടി വെച്ചപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഹെയർ ആയിട്ടാണ് കാണുന്നത്. ഇത് മുകളിൽ നമ്മൾ മാറ്റി വെച്ച മുടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓൾറെഡി തിക്കുള്ള മുടിയാണ് ഇതിൽ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഡിഫറൻസ് അറിയില്ല. കാരണം ഇത്രയും നല്ല തിക്കായിട്ടാണ് മുടി ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിനെക്കുറിച്ച് ചിലപ്പം അറിഞ്ഞാൽ ഉപകാരപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമായിരിക്കാം. ഒരുപാട് മുടി കൊഴിച്ചിലുള്ള ആളുകൾ, അല്ലെങ്കിൽ മരുന്നുകളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഹെയർ ലോസ് ഉണ്ടാവുന്ന ആളുകൾ, ഹോർമോൺ ചേഞ്ചസ് വരുമ്പോഴുള്ള മാറ്റങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള ഒരാളുകൾക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ ഇത് 2 ടൈപ്പ് മുടിയുണ്ട്. അതായത് സിൽക്കി ആയിട്ടുള്ള മുടി വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. ഇത് താഴ്ഭാഗം കുറച്ച് കേളി ആയിട്ടുള്ളൊരു ടൈപ്പാണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇതാണ് 2ാമത്തെ ടൈപ്പ് മുടി എന്ന് പറയുന്നത്. ഈ ഒരു മുടി പറഞ്ഞാൽ ഫുള്ളായിട്ട് നീളത്തിലുള്ള മുടിയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ ക്ലിപ്പുകൾ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി ഒന്ന് കാണിച്ചു തരാം. ഒരു 7 ക്ലിപ്പോളം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലിപ്പ് ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുക, അതുപോലെ തന്നെ അത് ഇങ്ങനെ ക്ലോസ് ചെയ്യുക, അതാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതെങ്ങനെ എടുക്കുമ്പം നമ്മൾ ഈ ചെറിയ പിന്നുകളൊക്കെ നമ്മൾ തലയിൽ കുത്താൻ ഉപയോഗിക്കില്ലേ, അതേപോലത്തെ ആ ചെറിയ ക്ലിപ്പുകളാണ് കേട്ടോ. ടക്കുന്നൊരു സൗണ്ടോട് കൂടി തുറക്കും, അങ്ങനെയൊക്കെ ചെയ്യുക. ഇതങ്ങനെ മുടിയിരിക്കുന്നിട്ട് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിൽ വെച്ചതിന് ശേഷം ടിക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് അങ്ങനെ ആക്കി കൊടുക്കുക. ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ട് നമ്മുടെ ആദ്യ കുട്ടിക്ക്, എൻ്റെ അനിയത്തി ഹസ്ബൻഡുമാണ്. അപ്പോൾ അവരിന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ എത്തിയിട്ടാണ് കേട്ടോ മദ്രാസിൽ നിന്ന്. അപ്പോൾ എത്തിയപ്പം അവൾക്കുള്ള സമ്മാനപ്പൊതിയൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിട്ടിയ വശന്നെ കറപ്രാന്നൊക്കെ വലിച്ച് ചീഞ്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അവൾ. ഇനി അത് എന്തൊക്കെയാണെന്നുള്ളത് മാത്രം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി കളറായിട്ടുണ്ട് കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു വാനിറ്റി ബാഗാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി മുന്നേ വീഡിയോ ചെയ്ത സമയത്ത് 2 എണ്ണമാണ് നമ്മളങ്ങനെ വാങ്ങിയത്. പക്ഷെ അതറിയില്ലല്ലോ അന്നേരം. അപ്പോൾ എന്തായാലും നല്ലതൊരു പാർട്ടി വെയർ പോലെ തന്നെ പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ലൊരു ഗിൽറ്റും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന പോലെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒരു ഹോളയിൽ ഒരു സൈഡിലായിട്ട് ഒരു സിബും കൂടി അതിലുണ്ട്. ഉള്ളിൽ തന്നെ സൈഡിലായിട്ട് ഒരു സിബും കൂടി ഉണ്ട്, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. പിന്നെ ഇതിനെ നമ്മൾ തൂക്കി നടക്കുക, ജസ്റ്റ് ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ കയ്യിൽ വെക്കാനൊക്കെ പറ്റുന്ന പോലെ തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ ആര്യക്കുട്ടിക്കും അതേപോലെ അപ്പൂട്ടനൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പെന്നും കൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പിയായി. ഒരാൾക്ക് മാത്രം കൊടുക്കുമ്പോൾ സങ്കടമല്ലേ. അപ്പോൾ എന്തായാലും 2 പേർക്കും ഇത് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ആ പെന്നിൽ. പിന്നെ അത് മാത്രമല്ല, അതിൽ യൂണിക്കോണാണ് മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ യൂണിക്കോണൊക്കെ അയച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമൊരു സംഭവമാണ് യൂണിക്കോണിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ. അപ്പം അവരും ഹാപ്പിയായി. എന്തായാലും ഇതിലൊരു 5-6 കളേഴ്സ് വരുന്നുണ്ട് ഈ പെന്നിൽ. ബാഗ് കിട്ടിയ സന്തോഷത്തിൽ തൂക്കിയിട്ടും അവൾക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ 2 ലെയറാക്കിയിട്ട് നമുക്ക് കുഞ്ഞിതാക്കി പിടിക്കണമെങ്കിൽ അങ്ങനെയും സാധിക്കും. അപ്പോൾ ആ ഒരു മോഡൽ കൂടി ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിക്കോണിൻ്റെ പെന്ന് കേട്ടോ. അപ്പോൾ ഇത്രയും കളേഴ്സ് അതിലുണ്ട്. ഒരു 5-6 കളർ വരുന്നുണ്ട്. തിരിക്കുന്നതിനനുസരിച്ചിട്ട് 5-6 കളറിൽ നമുക്കത് എഴുതാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ ഇത് പാദസരം ഇവിടുന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്ലാക്കിൽ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളത്